ഹലോ, വെൽക്കം ടു അനദർ വീഡിയോ. സോ രാവിലെ ഇന്നലെ രാത്രി മൂവി കണ്ടതാണ്. സോ ക്ഷമിക്കുക, വേറെ ഒന്നുമല്ല, ദുരന്തർ മൂവിയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ സംസാരിക്കാൻ പോകുന്നത്. ദുരന്തർ മൂവി ഇപ്പോൾ ഹോളിവുഡിൽ ഇറങ്ങിയിട്ട് ഒരു നല്ല മൂവിയാണ്. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല, അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. എന്ന് വെച്ചാൽ ഒരു പാറ്റേണിക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു KGF പോലെ ഉണ്ട്. ഒരു വൈബ് വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രൺവീർ പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞാൽ രൺവീർ, അക്ഷയ് ഖന്ന, പിന്നെ മാഡി, പിന്നെ ISI തലവനായിട്ട് കാണിക്കുന്ന ആ വ്യക്തി, സോ പേരറിയില്ല, സോറി, ഞാൻ ഫോട്ടോ ഇട്ടേക്കാം. സോ ഇവരുടെ എല്ലാം പെർഫോമൻസ് വാട്ട് എ പെർഫോമൻസ്. കാരണം ആ മൂവിക്ക് ആപ്റ്റായിട്ടുള്ള എല്ലാ പെർഫോമൻസും അതിൽ നന്നിട്ടുണ്ട്. പിന്നെ അടുത്ത് വരുന്നത് ഡയറക്ടർ ഓൾറെഡി അറിയാം, ഉരി, പിന്നെ ആർട്ടിക്കിൾസ് 170, അങ്ങനെ കുറച്ച് നല്ല എന്ന് വെച്ചാൽ ഒരു ആപ്റ്റായിട്ടുള്ള മൂവികൾ ചെയ്ത് പരിചയമുള്ള ഒരാളായത് കൊണ്ട് അദ്ദേഹം നല്ല പോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്താരാ, വേറെ എന്താ പറയുക, സത്യം പറഞ്ഞാൽ ഇതൊരു KGF സീസൺ പോലെ പോകും. KGF ആണ്. കാരണം ഇനി അങ്ങോട്ട് സ്പോയിലർ പറയേണ്ട ആവശ്യം, ഓൾറെഡി നിങ്ങളെല്ലാം കണ്ടെന്ന് തോന്നുന്നു. 1 മിനിറ്റ്, കണ്ടെന്ന് തോന്നുന്നു. കാരണം രൺവീർ സിംഗ് ആണ് മെയിൻ പ്രൊട്ടാഗണിസ്റ്റ്. ഹി വാണ്ട് ദാറ്റ് ഹോൾ വേൾഡ്. അതാണ് പ്രോപ്പർ ചെയ്യുന്നത്. അതിലാണ് ഫസ്റ്റ് നമ്മൾ മെയിൻ അതിൻ്റെ ഈ KGF എങ്ങനെയാണ് ഗരുഡയെ കൊന്ന് അതിലേക്ക് കയറുന്നു. സോ ആ പൊസിഷനിലേക്കാണ് ഇപ്പം അക്ഷയ് ഖന്ന ആക്ടർ ചെയ്ത ആ റോളിനെ കൊന്നിട്ട് മെയിൻ ആവാൻ പോകുന്നു. അത് കഴിഞ്ഞ് ആ ബുക്ക് കാരണം ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അതിലേതെങ്കിലും ഉണ്ട്, പടികളുണ്ട് മെയിൻ ആവാൻ. സോ അതുകൊണ്ടാണ് ഇതിനെ KGF എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ കുറച്ച് റിവ്യൂവേഴ്സ് വേറെ രീതിയിലെടുക്കുന്നുണ്ട്. ഇതൊരു KGF പോലെയാണ്, ഇതൊരു മൂവി ആയിട്ട് കാണുക. ഒരിക്കലും ഇതിനെ രാഷ്ട്രീയപരമായിട്ട് മാറ്റരുത്. ഞാൻ കുറേ വീഡിയോ കണ്ടു, അതുകൊണ്ടാണ് ഞാൻ ലേറ്റ് അടിച്ച് ശരി എന്ന് നമുക്ക് ആദ്യം പുതിയ പടം കാണാം, പടം കണ്ടിട്ട് എങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറേ മൂവികൾ റിവ്യൂ ചെയ്തിട്ടില്ല. കുറേ നാളതിന് ശേഷമാണ് ഞാൻ പിന്നെ വന്നിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും മൂവിയായിട്ട് കാണുക. ഞാൻ എല്ലാ ഇതിലും പറയാണ്, എല്ലാ മൂവിയും മൂവിയായിട്ട് കാണുക. ഇതൊരിക്കലും ഒരിക്കലും രാഷ്ട്രീയം ഒരു വ്യക്തിയുടെ രീതിയിലേക്ക് മാറാം. അത് മൂവികൾ സമ്പാദിച്ചിട്ടുണ്ട്. ഒരു വ്യക്തി ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ദൃശ്യം കാണിച്ചിട്ടുണ്ട്, ദൃശ്യത്തിൽ എങ്ങനെയൊക്കെ കൊല നടത്തി. സോ അതൊരു ഇൻഫർമേഷനാണ്. പിന്നെ സർക്കാർ മറ്റേ വിജയ് അഭിനയിച്ച സർക്കാരിൽ നമ്മൾ മനസ്സിലാക്കി വോട്ട് ചെയ്തില്ലെങ്കിൽ തിരിച്ച് വോട്ട് ചോദിക്കാൻ എന്തൊരു ആർട്ടിക്കിളുണ്ടെന്ന് ആ മൂവി വന്നതിന് ശേഷമാണ്. സോ ഇങ്ങനെ കുറേ ഉണ്ട്. സോ നമ്മൾ അതിനെയാണ് മെയിൻ ചെയ്യേണ്ടത്, ഇതല്ല. സോ അത് തന്നെയാണ് പറഞ്ഞത്. സോ ഒരു മൂവിയെ നമ്മൾ മൂവിയായിട്ട് കാണുക. പല രീതിയിൽ വരുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും ഇതിന് മൂവിയെ രാഷ്ട്രീയമായിട്ട് പോയി കുത്തിക്കരുത്. പല മൂവികൾ ഞാൻ പറഞ്ഞതിൽ എക്സാമ്പിളാണ്. സോ നമ്മളുടെ ലൈഫിൽ കുറേ മൂവികൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, പലതിനും ഞാൻ കാണുന്നു. പിന്നെ ഒരു കാര്യം, ഒരു മൂവിക്കും ബദലുമല്ല. പിന്നെ അത് പറയുന്നുണ്ട്. കാരണം ഇപ്പം ബോളിവുഡിലേക്ക് വരുമ്പോഴത്തേക്കും YRF സ്പൈ യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്. സോ അതിനെ ഇത് മുറിയടിച്ചു എന്ന് പറയുന്നുണ്ട്. അതൊരിക്കലും, കാരണം ഒരു മൂവിയെ ബെറ്റർ ആക്കാം എന്ന് വെച്ചാൽ ഒരു മൂവി മറ്റൊരു മൂവിയേക്കാൾ ബെറ്റർ ആയിട്ടുണ്ടാവും. ഒരിക്കലും അതിനെ തകർത്തു എന്ന് പറയാൻ പറ്റില്ല.
കാരണം അടുത്ത മൂവിയിൽ അവർ സ്പൈ കറക്റ്റായിട്ട് കൊണ്ടുവന്നാൽ അപ്പോൾ പിന്നെ ദുരന്തർ തോറ്റെന്ന് പറയാൻ പറ്റും? ഇല്ല. ഇപ്പം അങ്ങനെയൊക്കെയാണ് പറയുന്നത്. കേൾക്കുമ്പോൾ അത് കോമഡി ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ കാണുന്ന ഒരു ബോളിവുഡ് കാണുകയാണെങ്കിൽ ഒരിക്കലും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബോളിവുഡിന് നല്ലൊരു കൊണ്ടുവരാൻ സാധിക്കും. കാരണം തട്ടിക്കളഞ്ഞ് ഇത് നല്ല മൂവികൾ കൊണ്ടുവരാൻ അവർക്ക് കഴിയും. പക്ഷേ എന്തുകൊണ്ട് എന്നറിയില്ല, അവരുടെ പല മൂവികളും നല്ലപോലെ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പല സ്ഥലത്തും പോയിട്ടും എനിക്ക് ഒരാളെ സജസ്റ്റ് ചെയ്യാനുള്ള മൂവി അല്ലായിരുന്നു. അവസാനമാണ് ദുരന്തർ വന്നിട്ടുള്ളത്. ദുരന്തർ ഞാൻ സജസ്റ്റ് ചെയ്ത് പോയി കണ്ടവരെന്നെ പറഞ്ഞു ഇത് കുഴപ്പമില്ല, നീ ഒന്ന് കണ്ടു നോക്ക്. എന്നതിന് ശേഷം പിന്നെ ഞാൻ കാണാൻ എനിക്ക് അറിയാലോ പറ്റിയില്ല. സോ ഇങ്ങനെ കുറേ വീഡിയോകൾ വന്നതിന് ശേഷമാണ് കുറച്ച് ഫ്രണ്ട്സ് അയച്ചു തന്നു, ഇങ്ങനെയാണ്ട പടം ഇങ്ങനെയാണെന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നിയിട്ടില്ല, നീ നോക്കിയിട്ട് കണ്ടിട്ട് പറയാൻ പറഞ്ഞു. സോ അങ്ങനെയാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും ഒരു മൂവിയെ തീർക്കില്ല. അത് ബെറ്റർ ആക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഒരു ഇംപ്രവൈസേഷൻ, ഒരു മൂവി വേറൊരു ഇംപ്രവൈസേഷൻ. ഇപ്പം നമ്മൾ ഇപ്പം KGF ഫസ്റ്റ് വന്നു, കുറേ കുറവായിരുന്നു എന്ന് വെച്ചാൽ അവരുടെ ലിമിറ്റേഷൻസ്, നമുക്ക് കിട്ടുന്ന ബഡ്ജറ്റ്, ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം ലിമിറ്റേഷൻ വെച്ച് ചെയ്തു. ഇനിയിപ്പോൾ ദുരന്തറിൽ ഇപ്പം ഈ ഒരു ഇത് കണ്ടതിന് ശേഷം നെക്സ്റ്റ് ദുരന്തറിൽ കാണുമ്പോൾ ഇതേ പൊസിഷനിലായിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അവർ കുറച്ചും കൂടി അപ്സ്കെയിൽ ചെയ്യും. അത് ചിലപ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ അവർ അതാണ് മൂവി. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഇത് കേട്ടതുകൊണ്ട് ഞാൻ വരുന്നതാണ്, നിങ്ങളൊന്നും എന്നെ വിചാരിക്കരുത്. ഒരു മൂവി ലവറായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്, എനിക്ക് ഇതൊക്കെ പറയണമെന്ന് തോന്നി. പല മൂവികളും ഇനി വരാനുണ്ട്. ഓൾ മൂവീസിന് വെൽക്കമാണ്. നല്ലത് കാണാം, ചീത്തയാവാം, ഓക്കെ ആവാം. സോ നിങ്ങൾ കാണുക, കണ്ട് വിലയിരുത്തുക, സ്വന്തം വിലയിരുത്തുക, അതിനുശേഷം ബാക്കിയുള്ളവർ തിരുത്തുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ